ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീ ഗ്ലോ ഗോൾഡൻ ഗിൽറ്റഡ് ഫേഷ്യൽ കിറ്റിനെ പറ്റിയിട്ടാണ്. ഇത് നല്ലൊരു ഫേഷ്യൽ കിറ്റാണ്. നമ്മുടെ മുഖത്ത് നമുക്ക് പാർലറിലൊന്നും പോകാൻ സമയമില്ല, പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇതിനകത്തുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഉള്ളതെല്ലാം നമുക്ക് ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വായിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. മുഖത്ത് പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനും മുഖം ഒന്ന് ബ്രൈറ്റനിങ് ആവാനും ഈ ഫേഷ്യൽ കിറ്റ് നല്ലതുപോലെ നമുക്ക് സഹായിക്കും. ആദ്യം ഒരു തവണ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് മുഖത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസർ കം ടോണർ ആണ്. ഇത് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുഖത്തുള്ള ഡസ്റ്റ് എല്ലാം മാറിക്കിട്ടും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നല്ലതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് രണ്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ സർക്കുലർ മൂവ്മെൻറ്റിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മസാജ് ചെയ്ത് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നല്ലതുപോലെ കഴുത്തിലും മുഖത്തിലും എല്ലാം നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാനിവിടെ മുഖത്തും കഴുത്തിലും എല്ലാം നല്ലതുപോലെ സർക്കുലർ ടൈപ്പിൽ തന്നെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തേക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. മുഖത്തുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ നമുക്ക് മാറിക്കിട്ടി മുഖം ഒന്ന് നല്ലപോലെ ഒരു ബ്രൈറ്റ് ആവാനായിട്ട് ഇത് സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് മുഖം നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് കേട്ടോ. ഫേസ് സ്ക്രബാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് മൂലം മുഖത്തിൻ്റെ കരിവാളിപ്പെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് സർക്കുലർ ടൈപ്പിൽ തന്നെ നല്ലതുപോലെ മുഖത്ത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്ത് നമ്മുടെ കഴുത്തിലും എല്ലാം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മുഖത്തുള്ള ആ ഒരു കറുത്ത പാടുകളെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടുന്നതായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ജെല്ലാണ്. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുഖം നല്ലപോലെ ഒരു ഹെൽത്തി ആവാൻ, നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആവാൻ സഹായിക്കുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലപോലെ സർക്കുലർ മൂവ്മെൻറ്റിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഇതിൽ വീഡിയോയിൽ കണ്ടാൽ തന്നെ കാണാൻ പറ്റും. അതിനുശേഷം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് ഈ ഫേസ് പാക്കിൽ നമുക്കൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. അത് ഡയറക്റ്റായിട്ട് തന്നെ ആ ക്രീം നമുക്ക് ഫേസ് പാക്കായിട്ട് മുഖത്തിൽ അപ്ലൈ ചെയ്യാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്ത് നല്ലപോലെ ഒരു ബ്രൈറ്റ് ആയിട്ട് നമുക്ക് വരുന്നതായിട്ട് ഒരു ഫീൽ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിന് താഴെ അപ്ലൈ ചെയ്യണ്ട. ഇതൊരു ബ്ലീച്ചിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലിലാണ് എനിക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തോന്നിയത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യാതെ മുഖത്തും കഴുത്തിലും എല്ലാം ഇതേപോലെ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് ക്രീമാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു നല്ല ഒരു ഗ്ലോ കിട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ചില ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് മുഖത്ത് നല്ലതുപോലെ വെയിറ്റ് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു ക്രീം എനിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. നല്ല മുഖത്തൊക്കെ നല്ലപോലെ നല്ലൊരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനും നമുക്ക് ഇത്ര മണിക്കൂറായാലും നമുക്ക് ആ മുഖത്ത് ആ ഗ്ലോ നിലനിൽക്കാനും എല്ലാം സഹായിക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെ ഒരു നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.